അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സ്വെറ്റർ ഒന്ന് വലുതാക്കുക എന്നുള്ളതാണ്. പൊതുവേ നിങ്ങൾ ചെറുതാക്കുന്ന വീഡിയോസ് ആയിരിക്കും കണ്ടു കാണുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വലുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വലുതാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മൾ ആദ്യം ചെയ്യുന്നതിൻ്റെ സൈഡിലുള്ള സ്റ്റിച്ചസൊക്കെ നമ്മൾ അഴിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മോഡലാക്കിയിട്ട് നടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് അഴിച്ച ഭാഗത്ത് നമ്മളൊരു പീസ് ആഡ് ചെയ്യുകയാണ്. പീസ് ആഡ് ചെയ്ത് തന്നാൽ ഓബിയസ്ലി അത് വലുതാവുമല്ലോ. അതാണ് നമ്മുടെ പ്ലാൻ. രണ്ട് സൈഡും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ബുഷ് കേടുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വെച്ചിട്ട് നൂല് റീഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ രീതിയിൽ നമ്മൾ റീഫിൽ ചെയ്യാണ്. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊന്നും നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എഫേർട്ട് ഇട്ടത് നിങ്ങൾ അറിയണ്ടേ വിചാരിച്ചിട്ട് ചുമ്മാ അങ്ങനെ കാണിക്കുക. ഒരു സ്പീഡിൽ അടിച്ച് വിട്ടേക്കാം. സ്പീഡിൽ വെട്ടിച്ച് എന്നിട്ട് കഴിയണില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വരുന്നത്. സംഭവം ഒരു കളർ മാച്ച് ഇല്ല എന്നൊക്കെ തോന്നുന്നില്ലേ. പക്ഷേ നേരിട്ട് അങ്ങനെ തോന്നിയില്ല കേട്ടോ. എന്തായാലും ഇനി ഇട്ട് നോക്കാം. അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇട്ട് നോക്കിയ സമയത്ത് ഞാൻ വിചാരിച്ച പോലെ ഒരു മെച്ചം ഉണ്ടായില്ല. ഇപ്പോഴും ഒരുമാതിരി വൃത്തിട്ട് ഷേപ്പില്ല നിൽക്കണം. ഇനി എൻ്റെ ബോഡിക്ക് ഷേപ്പില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. എന്തായാലും അത്രയും നേരം നമ്മൾ എഫേർട്ട് ഇട്ട് അടിച്ചതല്ലേ. അപ്പോൾ നമ്മളെന്ത് കാണിച്ചു, അതിനെ എങ്ങനെയല്ലൊക്കെ അതൊന്ന് സ്റ്റൈൽ ചെയ്യാൻ നോക്കുക, ശ്രമിക്കുക. ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് മുകളിലിട്ട് നോക്കി. വലിയ മെച്ചമൊന്നുമില്ല എന്ന് എനിക്കറിയാം. പിന്നെ ആശ്വസിപ്പിക്കേണ്ട സ്വയം, കഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ട് പിന്നെ ഒരു EMF ഒക്കെ എടുത്ത് വെച്ച് നോക്കി. എന്നിട്ടും വലിയതൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് സ്വയം പറയാം കൊള്ളാം. ശരി, അടുത്തതിൽ പിടിക്കാം. ശരി, ബൈ.